അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 5 70 ദിവസങ്ങൾ വരെയും ബിഗ് ബോസ് ഹൗസിൽ ജുനൈസ് എന്ന വ്യക്തി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതിനെയും മോശമായ ഭാഷകളും പ്രവർത്തിക്കെതിരെയും ശക്തമായി വാതോരാതെ സംസാരിക്കുന്ന ഒരാളായിരുന്നു. പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഇത് എല്ലാവർക്കും ബാധകമല്ല. തികച്ചും കുറച്ചു പേർക്ക് മാത്രം, പ്രത്യേകിച്ച് അഖിൽ മാരാർക്ക്. മാരാർ എന്തു പറഞ്ഞാലും അത് മോശമായ വാക്കുകളും, അതുപോലെ തന്നെ 3.5 കോടി ജനങ്ങൾ കാണുന്ന, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന അഖിൽ മാരാർ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ യോഗ്യനല്ല എന്ന് ഘോരഘോരം വാദിച്ചു കൊണ്ടിരുന്ന ജുനൈദ് ഇന്നലത്തെ വീക്ക്ലി ടാസ്കിനിടയിൽ റിനോഷ് നടത്തിയ തെറിവിളിയും മറ്റും ഒരു ഉളുപ്പുമില്ലാതെയാണ് സപ്പോർട്ട് ചെയ്തത്. അതിന് പറയുന്ന ന്യായീകരണം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ്. മലയാളം അറിയില്ല എന്നുള്ള മുടന്തൻ ന്യായീകരണങ്ങളാണ്. അതായത് ജുനൈസ് എന്ന വ്യക്തിക്ക് പ്രിയപ്പെട്ടവർ എന്ത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയത് ചെയ്താലും പറഞ്ഞാലും ജുനൈസിന് കുഴപ്പമില്ല. എന്നാൽ വേറെ ഒരാൾ പറഞ്ഞാൽ അത് മഹാപാതകം. ജുനൈസിന്റെ ഈ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഇന്നലെ വ്യക്തമായി പ്രേക്ഷകരെല്ലാം കണ്ടത്. അതുപോലെ തന്നെ മറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ഇത് ചോദ്യം ചെയ്യുകയുണ്ടായി. അഖിൽ മാരാർ എന്ന ബ്രില്യൻ ഗെയിമർ ഇന്നലത്തെ വീക്ക്ലി ടാസ്കിൽ ഇറക്കിയ ഒറ്റ പ്ലാനിൽ സേഫ് ഗെയിം കളിച്ചു നിന്നിരുന്ന റിനോഷും മിഥുനുമാണ് തകർന്നടിഞ്ഞത്. അതോടൊപ്പം ജുനൈസിന്റെ ഡബിൾ സ്റ്റാൻഡ് പ്രവർത്തിയും. മുമ്പും ഇത് പ്രകടമായിരുന്നുവെങ്കിലും ഇന്നലെ അത് ശക്തമായ തെളിവുകളടക്കം പ്രത്യക്ഷത്തിൽ വന്നു എന്ന് വേണം പറയാൻ. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.